കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി അഭിഷേകം ചെയ്യാനുള്ള എണ്ണയും ഇളനീരും കുറ്റ്യാടി തണ്ടിയാന്റെ കഞ്ഞിപ്പുരയിൽ നിന്നും നാളെ കാൽനടയായി യാത്ര തിരിക്കും. പഴശ്ശി രാജാവ് നൽകിയ സ്ഥാനം 500 വർഷത്തോളമായി ഒരു വർഷവും മുടങ്ങാതെ ഇന്നും കാത്തു സൂക്ഷിച്ച പ്രതിശുദ്ധിയോടുകൂടി മുടങ്ങാതെ നടപ്പിലാക്കി വരികയാണ് കുറ്റ്യാടിയിലെ തണ്ടിയാന്റെ കഞ്ഞിപ്പുരയിലെ അംഗങ്ങൾ. കഠിനവ്രതങ്ങൾ എടുത്തുകൊണ്ട് ഈ ചടങ്ങിനായി തണ്ടിയൻ ചാമക്കാല കണാരനും മറ്റ് ഇളനീർക്കാരും കൊട്ടിയൂരിലേക്ക് പുറപ്പെടുക. നാളെ രാവിലെ 6 മണിയോടുകൂടിയാണ് കാൽനടയായി കൊട്ടിയൂരിലേക്ക് ഇവരുടെ സംഘം പുറപ്പെടുക. എന്റെ പൂർവികന്മാർ 500 കൊല്ലം തുടർന്നു ഈ ചടങ്ങ്, ഈ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പഴശ്ശി രാജാവാണ് ഞങ്ങൾക്ക് ഈ സ്ഥാനം തന്നത്. അന്ന് മുതൽ ഇതുവരെ ഞങ്ങൾ ഒരു വർഷവും മുടങ്ങാതെ എണ്ണയും ഇളനീരും അഭിഷേകത്തിനായി കൊട്ടിയൂരിലേക്ക് നടന്ന് പോയി അഭിഷേകം. 56 മുതൽ ഞാൻ അച്ഛനോട് ഏറ്റുവാങ്ങിയതാണ് ഈ സ്ഥാനം. ഇപ്പോൾ എൻ്റെ നടന്നു വളർത്തുകൊണ്ട് മകനാണ് എണ്ണയും കൊണ്ടുപോകുന്നത്. ചാമക്കാലിൽ അനി എണ്ണ ഇളനീർ വെച്ചതിന് ശേഷം രാവിലെ 5 മണിക്കാണ് എണ്ണയും അവസാനത്തെ ഇളനീരും അവിടെ സമർപ്പിക്കുന്നത്. ആ എണ്ണയും ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഇളനീരും മണിത്തറയിൽ സമർപ്പണം ചെയ്ത് ആ ഇളനീരും എണ്ണയാണ് ആദ്യം അഭിഷേകം ചെയ്യാറ്. പിന്നെ അതിന് ശേഷമേ ബാക്കി ഇളനീർ അഭിഷേകം ചെയ്യുള്ളൂ.